നമസ്കാരം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അഥവാ BNSS ഇത് നമ്മുടെ പഴയ CRPC ആണ്. CRPCയുടെ പുതിയ രൂപമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. CRPC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ക്രിമിനൽ നടപടി നിയമമാണ്. ഒരു ക്രിമിനൽ കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ക്രിമിനൽ നടപടി നിയമം എന്ന പേരിലുള്ള CRPC. അപ്പോൾ BNSSലെ 210, 213 വകുപ്പുകൾ പ്രകാരമാണ് നമ്മളൊരു സ്വകാര്യ അന്യായം കോടതിയിൽ കൊടുക്കുന്നത്. പലപ്പോഴും സ്വകാര്യ അന്യായങ്ങൾ നമുക്ക് കോടതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം നമ്മൾ പരാതി കൊടുക്കുന്നത് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്വാഭാവികമായും പോലീസ് അതിനകത്ത് സ്വാധീനങ്ങൾക്ക് വഴങ്ങി കേസെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ പരാതിക്കാരന് വിഷമമുണ്ടാകും. അപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ അയാൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കും. സൂപ്രണ്ട് ഓഫ് പോലീസിനോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ഒക്കെ പരാതി കൊടുക്കും. അവിടെയും പരിഹാരം ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിന്നെ അടുത്തതായിട്ട് ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനം എന്ന് പറയുന്നത് സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതി അഥവാ ക്രിമിനൽ കോടതിയാണ്. അപ്പോൾ അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നതിന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം 210, 223 വകുപ്പുകളാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്താൽ കോടതിക്ക് അത് സെക്ഷൻ 175(3) പ്രകാരം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ നിർദ്ദേശിച്ച്, ഒരു FIR എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ആ സംഭവം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള SHOയ്ക്ക് നിർദ്ദേശം കൊടുത്ത് സ്റ്റേഷനിലേക്ക് അയക്കാം. അത് 175(3) വകുപ്പ് പ്രകാരമാണ് ചെയ്യുന്നത്. അതാണ് മുൻപ് CRPCയിലുണ്ടായിരുന്ന 156(3). ഈ 156(3) അഥവാ 175(3) സംബന്ധിച്ച് ഈ അടുത്തിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ സുദീർഘമായ ഒരു വിധിന്യായമുണ്ടായി. അത് 2025 KHCയുടെ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഓം പ്രകാശ് അംബേദ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ്. വളരെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഓം പ്രകാശ് അംബേദ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഈ കേസിൽ ഏതാനും ചില ഗൈഡ് ലൈൻസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മജിസ്ട്രേറ്റ് കോടതികൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു മജിസ്ട്രേറ്റ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അയക്കുന്നതിന് മുൻപ് ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണോ എന്ന് നോക്കണം. നമുക്കറിയാം, ഒഫൻസുകൾ കോഗ്നിസബിൾ ഉണ്ട്, നോൺ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്. ഇതിൻ്റെ വ്യത്യാസം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് റെഫർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ഡെഫിനിഷൻ ക്ലോസിൽ നോക്കിയാൽ കോഗ്നിസബിൾ ഒഫൻസ് എന്താണ്, നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ പരാതി അത് മാത്രമല്ല, കോഗ്നിസബിൾ ഒഫൻസ് ആണോ എന്ന് വ്യക്തമാക്കുക മാത്രമല്ല, ഈ പരാതിയിൽ പറയുന്ന വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഈ പരാതിയിലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുമ്പോൾ, ഒരാൾ എന്നെ പൊതുസ്ഥലത്ത് വെച്ച് ചീത്ത വിളിച്ചു എന്ന് പറയുമ്പോൾ ആ പരാതിക്കാസ്പദമായ ഇൻഗ്രീഡിയൻസ് അതിലുണ്ടായിരിക്കണം. അതായത് പൊതുസ്ഥലമാണോ എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിവരണം അതിലുണ്ടായിരിക്കണം. അവിടെ ചീത്ത വിളിച്ചു എന്ന് പറയുന്നതിന് ആസ്പദമായിട്ടുള്ള വിവരണം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ എന്ത് ഘടകങ്ങളാണോ വരുന്നത്, അപ്പം ഒരാൾ എന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ കൈവച്ചാണ് അടിച്ചതെങ്കിൽ അതിന് ഏത് സെക്ഷനാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പ് കൊണ്ടാണ് അടിച്ചതെങ്കിൽ അതിന് ഏത് സെക്ഷനാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ആ ഇട്ടിരിക്കുന്ന സെക്ഷൻ അതിൽ പറയുന്ന പരാതിയുടെ ഇൻഗ്രീഡിയൻസിന് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കൂടാതെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കേസാണോ ഇത് എന്ന് നോക്കണം. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സങ്കീർണമായ വിഷയങ്ങളാണെന്നും അത് തെളിയിക്കുന്നതിന് ഒരു പോലീസ് അന്വേഷണം കൂടിയേ തീരൂ എന്നും ബോധ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ആ സാഹചര്യം മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുകയും വേണം. 3 പ്രധാന മാറ്റങ്ങളാണ് 156(3) നിന്നും 175(3) വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നതായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. അതിലൊന്ന്, സൂപ്രണ്ട് ഓഫ് പോലീസിനുള്ള അപേക്ഷയും അതിൻ്റെ നിരസിക്കലും മാൻഡേറ്ററിയാക്കി അത് തെളിയിക്കുന്നതിന് ഒരു സത്യവാങ്മൂലവും വേണം എന്ന് 175(3) വ്യവസ്ഥ ചെയ്യുന്നു. മറ്റൊന്ന്, മജിസ്ട്രേറ്റിന് ഒരു എൻക്വയറി നടത്താനുള്ള അധികാരമുണ്ട്. അയക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അയക്കണമെന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രം അയച്ചാൽ മതി. മറ്റൊന്ന്, SHOയിൽ നിന്നും FIR എടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സബ്മിഷൻ ആവശ്യപ്പെടുകയും അത് പരിഗണിക്കുകയും വേണം. അപ്പോൾ ഒരു പരാതി കിട്ടിയാൽ മജിസ്ട്രേറ്റ്
അതാത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് ഈ പരാതിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു FIR എടുത്തില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു സബ്മിഷൻ ആവശ്യപ്പെടുകയും ആ സബ്മിഷൻ പരിശോധിക്കുകയും ചെയ്യണം എന്നും BNSS വ്യവസ്ഥ ചെയ്യുന്നു. ഇതാണ് ഒരു സ്വകാര്യ അന്യായം നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പാലിക്കേണ്ട ഗൈഡ് ലൈൻസ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.